എച്ച് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ ആണ്. നമ്മളിപ്പം ഇന്ന് വീട്ടിൽ ഒരു CCTV ഇൻസ്റ്റാൾ ചെയ്യണം. ഒരു കുറഞ്ഞ ചിലവിൽ നമുക്ക് എല്ലാവർക്കും വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു CCTV വൈഫൈ എനേബിൾഡ് ആയിട്ടുള്ളൊരു CCTV എനേബിൾ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഒരു വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാം. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഈ ഒരു ഏരിയയിലായിട്ടാണ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഇവിടെ വെച്ചാൽ വേറെ ഗുണവും കൂടെ നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ ഇത് ഫ്രണ്ട് ഏരിയയാണ്. അപ്പോൾ നമുക്ക് സിറ്റ് ഔട്ട് കിട്ടും, അതുപോലെ തന്നെ ഗേറ്റും കിട്ടും. ആ ഒരു ഏരിയ എല്ലാം നമുക്ക് കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഓൾറെഡി ഒരു വയറിങ്ങിൻ്റെ ജംഗ്ഷൻ ബോക്സ് ഒന്ന് കിടപ്പുണ്ട്. അപ്പോൾ ഇവിടെ ഓൾറെഡി സപ്ലൈ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പണി എളുപ്പമായിരിക്കും. ഇൻ കേസ് അപ്പോൾ അവിടെ സപ്ലൈ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഉള്ളിൽ നിന്ന് വയറ് വലിച്ചിട്ട് വേണം നമുക്കിവിടെ സപ്ലൈ കൊടുക്കാൻ. അപ്പോൾ നമുക്ക് അതാദ്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം സപ്ലൈയുടെ കാര്യം. ഓക്കെ, ഇത് ബൾബിൻ്റെ ഏതൊരു ഓർഡറാണ് വരിക. അപ്പോൾ ഉള്ളിൽ എവിടെയെങ്കിലും ഇതിൻ്റെ സ്വിച്ചസ് ഉണ്ടാവും. അപ്പോൾ നമ്മളത് ഓണാക്കിയിട്ട് നമുക്കിവിടെ ടെസ്റ്റർ വെച്ച് ചെക്ക് ചെയ്ത് നോക്കണം സപ്ലൈ വരുന്നുണ്ടോയെന്ന്. അപ്പോൾ നമ്മൾ സപ്ലൈ കണ്ടുപിടിച്ചിട്ടുണ്ട്, ആ ഒരു സ്വിച്ച് ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇപ്പം ഇതുണ്ടോ, ഈ ഫേസിൽ നമുക്കിവിടെ ലൈൻ സപ്ലൈ വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ആ ഒരു ക്യാമറ വരുന്നത് കേട്ടോ. ഷവോമിയുടെ 360 ഡിഗ്രിയുടെ ഹോം സെക്യൂരിറ്റി ക്യാമറയാണ് വരുന്നത്. 1080 പിക്സൽ വരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ക്യാമറയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ബോക്സിൻ്റെ ഉള്ളിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതാണ് ആ ഒരു ക്യാമറ വരുന്നത് കേട്ടോ. ഒരു ചെറിയ ക്യൂട്ടായിട്ടുള്ള ക്യാമറയാണ് വരുന്നത്. ഇത് റൊട്ടേറ്റിംഗ് ആയിട്ടുള്ളതാണ്. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് റൊട്ടേറ്റ് ആവും കേട്ടോ. നമ്മൾ ഡിവൈസ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആംഗിൾ അനുസരിച്ച് മൂവ്മെൻറ്റ് അനുസരിച്ച് അല്ലെങ്കിൽ നമുക്ക് ഫോണിൽ ആപ്ലിക്കേഷൻ ത്രൂ നമുക്കിത് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ചെറിയൊരു ബോക്സിനുള്ളിൽ അതിൻ്റെ ചാർജർ വരുന്നുണ്ട്. ഇതാണ് ചാർജർ അല്ല ശരിക്കും, ഇതൊരു പവർ സപ്ലൈ ആണ് വരുന്നത്. ഇതിനകത്ത് റീചാർജബിൾ ഐറ്റം അല്ല വരുന്നത്. ഇതെന്ന് വെച്ചാൽ നമ്മുടെ മൊബൈലിൻ്റെ തന്നെ ചാർജർ പോലെ തന്നെയുള്ളൊരു ചാർജറാണ് ഇത്. ഇതിനകത്തോട്ടുള്ള 5 വോൾട്ട് സപ്ലൈ ആണ് ഇത് കൊടുക്കുന്നത്. പിന്നെ ഒരു ഡാറ്റ കേബിളും വരുന്നുണ്ട്. ഒരു മൈക്രോ ടൈപ്പ് USB ടൈപ്പ് ഒരു ഡാറ്റ കേബിൾ വരുന്നുണ്ട്. അത്യാവശ്യം ലെങ്ത് ഉള്ളതാണ് വരുന്നത്. ഏകദേശം ഒരു 1.5 മീറ്ററിന് മുകളിൽ എന്തായാലും ലെങ്ത് ഉള്ളതാണിത്. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു യൂസർ മാനുവൽ വരുന്നുണ്ട്. ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് തന്നെ ഒരു QR കോഡ് നോക്കി കഴിഞ്ഞാൽ വരുന്നുണ്ട്. ഈ ഒരു QR കോഡ് വെച്ചോ അല്ലെങ്കിൽ ഡയറക്റ്റ് പ്ലേ സ്റ്റോറിലോ അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിലോ കയറി ഹോം, അതായത് ഷവോമി ഹോം എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഒരു മൈക്രോ SD കാർഡ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. 64 GB അൾട്ര എന്ന് പറഞ്ഞ കാറ്റഗറി വരുന്ന ഒരു SD കാർഡാണ് നമ്മൾ വാങ്ങിച്ചേക്കുന്നത്. ഇത് എല്ലാവരും പൊതുവെ അൾട്രയാണ് യൂസ് ചെയ്യാറ്. കാരണം ഇതെന്ന് വെച്ചാൽ നമ്മുടെ റെക്കോർഡിംഗ് അല്ലെങ്കിൽ ട്രാൻസ്ഫറിങ് സ്പീഡ് കൂടുതലായിരിക്കും അൾട്ര എന്ന് പറഞ്ഞാൽ ഈ ഒരു സാൻഡിസ്ക് വരുമ്പോൾ, സാൻഡിസ്കിൻ്റെ ഒരു മൈക്രോ SD കാർഡ് വരുമ്പോൾ. അപ്പോൾ നമ്മൾ മൾട്ടിവുഡിലാണ് ഇത് ക്യാമറ നമുക്ക് ഫിക്സ് ചെയ്യാണ്ട് ഉദ്ദേശിക്കുന്നത്. മൾട്ടിവുഡ് നേരെ ബീമേൽ ഡ്രിൽ ചെയ്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ക്യാമറ വെക്കാണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ മൾട്ടിവുഡ് ഏകദേശം ഈ ഒരു ഷേപ്പിലായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് നമ്മൾ ഭിത്തിയിലോട്ട് ഇത് സെറ്റ് ചെയ്ത് നോക്കും. ഈ ഒരു ഭാഗം ഭിത്തിയിലോട്ട് സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ക്യാമറ സെറ്റ് ചെയ്യാനാണ് ഇപ്പം നിലവിൽ ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു ഷേപ്പിലാക്കാൻ വേണ്ടി വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇങ്ങനെ ഒരു കവർ ബോക്സ് പോലെ ഉണ്ടാക്കുക. നമ്മൾ ചാർജർ ഇതിന് ഓൾറെഡി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ചാർജർ പുറമേ കാണാതിരിക്കാനും കൂടെയാണ് നമ്മൾ ഇങ്ങനെ ഒരു ഷേപ്പിലോട്ട് ഉണ്ടാക്കിയത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലോട്ട് ചാർജർ വെച്ച് കഴിഞ്ഞാൽ പുറത്തുനിന്ന് വിസിബിൾ ആയിരിക്കുകയല്ല നമ്മുടെ ആ ഒരു ചാർജർ. പിന്നെ അതുമാത്രമല്ല ഈർപ്പോ മഴയൊന്നും അടിച്ച് കൊണ്ടാലും നമ്മുടെ ചാർജറിൻ്റെ ഉള്ളിലോട്ടൊന്നും അത് ആവത്തില്ല. അതിനുവേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ഒരു സെറ്റപ്പ് കൂടെ ചെയ്തേക്കുന്നത്. നമ്മൾ ഫ്ലെക്സ് ക്യൂക്കാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് കേട്ടോ. ഇതൊക്കെ വലിയ റേറ്റ് വരുന്നില്ല. നമ്മൾ ഫെവി ക്യൂക്കോ അല്ലെങ്കിൽ ഫ്ലെക്സ് ക്യൂക്കോ നമുക്ക് ഉപയോഗിക്കുക ഇതിനു വേണ്ടി. നമ്മൾ ഏകദേശം ഒരു ആംഗിൾ കണക്കാക്കി ഇങ്ങനെ ഒട്ടിക്കുക. നന്നായിട്ട് ടൈറ്റ് ആയിക്കോളും കേട്ടോ ഇത് ഒട്ടിച്ച് കഴിഞ്ഞാൽ. അങ്ങനെ ഒരു ഗുണം കൂടി ഇതിന് വരുന്നുണ്ട്. പിന്നെ എത്ര പിടിച്ചാലും ഇത് പൊട്ടാതെ ഇത് പോരത്തില്ല. അല്ലാതെ പറഞ്ഞു പോരുന്ന സെറ്റപ്പില്ല. ഇത് ഒടിഞ്ഞാൽ മാത്രമേ ഇനിയിപ്പോൾ അത് പോരത്തുള്ളൂ. ഒരു മിനിറ്റ് മാക്സിമം 1 മിനിറ്റിനുള്ളിൽ അതെന്തായാലും അത് ഒട്ടിക്കോളും. ഇനിയിപ്പോൾ ഇതിൻ്റെ ഇത് നമ്മൾ ഭിത്തിയിലായിട്ട് നമ്മൾ ഡ്രിൽ ചെയ്ത് നോക്കും. അതിൻ്റെ മുകളിലാണ് നമ്മൾ ആ ഒരു വേറെ പീസോട് മൾട്ടിവുഡ് ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്താണ് നമ്മൾ ക്യാമറ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ നമ്മളിത് കോൺക്രീറ്റിൽ ഡ്രിൽ ചെയ്യുന്ന നല്ല ഹൈ പവർ ആയിട്ടുള്ള ഡ്രില്ലിംഗ് മെഷീനാണ് ഇപ്പോൾ യൂസ് ചെയ്തേക്കുന്നത് കേട്ടോ. അല്ലാതെ നമ്മുടെ നോർമൽ ഡ്രില്ലിംഗ് മെഷീനിൽ ഇത് കയറത്തില്ല. കാരണം ഇത് ബീമാണ്, വാർക്കയാണ് വരുന്നത്, കോൺക്രീറ്റ് ആയതുകൊണ്ട്. ഇതെന്ന് വെച്ചാൽ നമ്മൾ റെൻറ്റിന് എടുത്തേക്കുന്നതാണ്. 100 രൂപയാണ് ഇതിൻ്റെ ഡെയിലി റെൻറ്റ് വരുന്നത്. നമ്മൾ ഏകദേശം അളവ് കണ്ടെത്തിയിട്ട് നമുക്ക് 2 ഹോൾസ് ഇടാനുണ്ട്. ഓക്കെ, ഇട്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നമ്മളിവിടെ പ്ലഗ് വെക്കാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്.
അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിലാണ് നമ്മളിപ്പോൾ ഈ ഒരു ഷേപ്പിൽ ഇത് വെക്കേണ്ടത്. അപ്പോൾ നമുക്ക് അളവ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല പെട്ടെന്ന് നോക്കിക്കുക. അപ്പോൾ നമ്മളൊരു കൺമെഷീയുടെ ഇത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത് ഒരു സ്ക്രൂവിൻ്റെ മുകളിലായിട്ട് ഇത് തേച്ച് കൊടുത്തിട്ട് ഇത് ഏകദേശം ലെവലാക്കിയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് അവിടെ മാർക്ക് കിട്ടും. അപ്പോൾ അവിടെ കൂടെ നമുക്ക് സ്ക്രൂ ചെയ്താൽ മതി. മാർക്ക് ചെയ്തെടുത്തായിട്ട് നമ്മൾ സ്ക്രൂ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ജസ്റ്റ് ഡ്രിൽ ചെയ്ത് വെച്ചാൽ മതി, ഒരു ഹോൾ മാച്ചാക്കിയിട്ട്. ഓക്കെ, അത്യാവശ്യം ഫിക്സ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിതിന് മുകളിലെ കവറിലാണ് നമ്മൾ ക്യാമറ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ ഒരു കിറ്റിൻ്റെ കൂടെ തന്നെ ഇതുണ്ടാവും, നമുക്ക് ക്യാമറ മൗണ്ട് ചെയ്യാനുള്ള വോൾ മൗണ്ട് ചെയ്യാനുള്ളതുണ്ടാവും. നമുക്ക് ഈ ഒരു പ്ലഗ് ആവശ്യമില്ല, ഈ ഡയറക്റ്റ് സ്ക്രൂ നമുക്ക് ഇവിടെ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ട് ക്യാമറ ലോക്ക് ചെയ്ത് വെച്ചാൽ മതി. നമ്മൾ ഈ ഫിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. എളുപ്പത്തിന് നമ്മൾ അതിന് വെച്ചിട്ട് തന്നെ പെട്ടെന്ന് അടിച്ചെടുത്തു. ഇനിയിപ്പോൾ നമ്മൾ മുകളിൽ ഇതിങ്ങനെ ഫിക്സ് ചെയ്ത് വെക്കാനാണ് ഉദ്ദേശിച്ചത്. ഒന്നെങ്കിൽ ഒട്ടിച്ചേപ്പോൾ അല്ലെങ്കിൽ നമ്മൾ സ്ക്രൂ ചെയ്ത് വെക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഇത് ഡ്രിൽ ചെയ്യാൻ വേണ്ടി പോവാണ്. ഇപ്പം നമ്മളൊരു സ്ക്രൂ ജസ്റ്റ് അടിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഏകദേശം ലെവൽ നോക്കി അങ്ങോട്ട് സ്ക്രൂ ചെയ്ത് വെച്ചാൽ മാത്രം മതി. ഓക്കെ, ഫിക്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ ക്യാമറ വെച്ചിട്ട് ഇവിടെ കൂടെ ഒരു ഹോൾ ഇടുന്നുണ്ട്. വയറൊക്കെ നമുക്ക് പുറത്തോട്ട് എടുക്കാൻ വേണ്ടി ഒരു ഹോളോട് ഇവിടെ ഇടുന്നുണ്ട്. അത്യാവശ്യം ടൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ചാർജറിൽ നിന്ന് ഔട്ട്പുട്ട് എടുക്കണം. ഔട്ട്പുട്ടല്ല, ചാർജറോട്ടുള്ള ഇൻപുട്ട് സപ്ലൈ കൊടുക്കണം. അപ്പോൾ ഒന്നെങ്കിൽ ഫീമെയിൽ സോക്കറ്റ് കണക്ട് ചെയ്തിട്ട് നമുക്ക് അവിടെ സപ്ലൈ കൊടുക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റ് സോൾഡർ ചെയ്തെടുക്കാം. നമ്മളിവിടെ സോൾഡർ ചെയ്താണ് എടുക്കുന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ സോൾഡർ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഇതിൻ്റെ വാറൻറ്റി പോകും, നമ്മുടെ ഈ ഒരു ഡിവൈസിൻ്റെ വാറൻറ്റി പോകും. ഇതിപ്പോൾ നമുക്കിതെന്തായാലും പോലെ നമുക്ക് വേറെ ഒരു 5 വോൾട്ട് 2 ആമ്പിയർ ഒരു ചാർജർ വെച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ പണി എളുപ്പം തീർക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെ സോൾഡർ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളിത് സോൾഡർ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 2 ലെഗുകളും നമ്മൾ സോൾഡർ ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ടേപ്പ് ചെയ്യാം. ടേപ്പ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല, ഉള്ളിലും അങ്ങനെയൊന്നും എവിടെയും ഷോർട്ട് ആകാൻ ചാൻസ് കുറവാണ്. എന്നാൽ ടേപ്പ് ചെയ്ത് വെക്കുന്നത് തന്നെയായിരിക്കും കുറച്ചുകൂടി സേഫ്റ്റി. നമ്മൾ ചാർജർ മൊത്തം ഇൻസുലേഷൻ ടേപ്പ് ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചാർജർ വെക്കാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലായിട്ട് വരും. എന്നിട്ട് ഈ ഒരു വയർ അത് ഇതിലേക്കൂടെ ഹോളിട്ട് നമ്മൾ എടുക്കണം. എന്നിട്ട് അത് നേരെ സപ്ലൈ ഇൻപുട്ടിലോട്ട് കൊടുക്കും. ഇനി ഈ ചാർജറിൽ നിന്ന് വരുന്ന ഈ ഔട്ട്പുട്ട് നമ്മൾ ഇതിലേക്കൂടെ ഹോളിട്ട് നമ്മൾ നേരെ ക്യാമറയിലോട്ട് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ 2 ഹോൾസ് ഇവിടെ ഇടാനുണ്ട്. ഒന്ന് ഇവിടെ, പിന്നെ ഒന്ന് ഇവിടെ ഇടാനുണ്ട്. അപ്പോൾ നമ്മൾ 2 വയറുകൾ ഇതിൻ്റെ ഉള്ളിലോട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ഈ ഒരു ചാർജറിലോട്ട് ഇതൊന്ന് കണക്ട് ചെയ്യുക, ഇതകത്തായിട്ട് വെക്കുക. എന്നിട്ട് നമ്മുടെ ഈ ഒരു AC വയർ നേരെ ഇവിടോട്ട് കൊടുക്കുക. ഓക്കെ, ഇതാണ് അതിൻ്റെ ന്യൂട്രൽ ഫീസും വന്ന് സപ്ലൈ വന്ന് കിടക്കുന്നത്. അപ്പോൾ അവിടേക്ക് ഇവിടെ സ്ക്രൂ ഓൾറെഡി ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് ലൂസ് ചെയ്തിട്ട് അവിടോട്ട് ഇത് കൊടുത്താൽ മതി. നമ്മൾ വയർ ഇവിടെ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ജസ്റ്റ് ഈ ഒരു പുറത്തെ കവറൊന്ന് തിരികെ ഒഴിച്ച് കൊടുത്താൽ മതി. ഓക്കെ, ഇനിയിപ്പോൾ വലിയ വൃത്തികേടില്ല. ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു ക്യാമറ ഇവിടെ കണക്ട് ചെയ്യുക, ജസ്റ്റ് ഇവിടെ ഫിക്സ് ചെയ്യുക, അത്ര പരിപാടി ഇനിയേ ഉള്ളൂ. ബാക്കിയെല്ലാം ഓക്കെയാണ്. ഇപ്പം നമ്മളിത് നിലത്ത് നിന്നിട്ടാണ് ആദ്യം ക്യാമറ കണക്ട് ചെയ്യുന്നത്. കാരണം മുകളിൽ നിന്നിട്ട് ഓൾറെഡി പെയർ ചെയ്യാൻ വേണ്ടി പാടായിരിക്കും. അപ്പോൾ നമ്മൾ നിലത്ത് നിന്ന് ഓൾറെഡി പെയർ ചെയ്തിട്ടായിരിക്കും നമ്മൾ മുകളിലോട്ട് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ വേറൊരു ചാർജർ എടുത്തിട്ടുണ്ട്. ആ സെയിം ഒരു പിന്ന് വരുന്ന ഒരു അഡാപ്റ്റർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് പുറത്തുനിന്നാണ് ചെയ്ത് നോക്കുന്നത്. ആദ്യം പെയർ ചെയ്തിട്ടാണ് നമ്മളിനി മുകളിലോട്ട് വെക്കുന്നത്. അപ്പോൾ ആ ഒരു പിന്ന് നേരെ ഇവിടെ കണക്ട് ചെയ്യുക, നമ്മൾ നേരെ സപ്ലൈയിലോട്ട് കൊടുക്കുക. ഓക്കെ, ഡിവൈസ് നോക്കി കഴിഞ്ഞാൽ ഡിവൈസ് ഓൺ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇതൊന്ന് റൊട്ടേറ്റ് ചെയ്ത് സ്കാൻ ആവുകയാണ് വരുന്നത്. Located on the menu on the camera to enter the configuration page. ഓക്കെ, ഇനിയിപ്പോൾ അടുത്തായിട്ട് ചെയ്യാനുള്ളത് വെച്ചാൽ ഇതിൻ്റെ താഴെയായിട്ടൊരു QR കോഡ് വരുന്നുണ്ട് ഇവിടെ ആയിട്ട്. അത് നമ്മൾ നമ്മുടെ ഫോൺ വെച്ച് സ്കാൻ ചെയ്യണം. അതിനൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, ഷവോമി ഹോം എന്ന് പറയും. അതാദ്യം നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇതിൽ കണക്ട് ചെയ്ത് പെയർ ആക്കി എടുക്കണം. അതാണ് ഇനിയിപ്പോൾ ചെയ്യാനുള്ളത്. നമ്മൾ പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ നിന്ന് MI ഹോം എന്ന് പറഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ നമ്മൾ എന്നിട്ട് നമ്മുടെ യൂസർ ID വെച്ച് നമ്മൾ ഒന്നെങ്കിൽ ലോഗിൻ ചെയ്യണം, അല്ലെങ്കിൽ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യണം ഷവോമിയുടെ ID. എന്നിട്ട് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. അവിടെ ഏറ്റവും ടോപ്പായിട്ട് ഒരു പ്ലസ് സിമ്പിളുണ്ട്. അവിടെ ആഡ് ഡിവൈസ്, സ്കാൻ, ക്രിയേറ്റ്, സ്മാർട്ട് സീൻ, അങ്ങനെ 3 ഓപ്ഷൻസ് ഉണ്ട്. അവിടെ സ്കാൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. എന്നിട്ട് നേരെ ക്യാമറയുടെ താഴ്ഭാഗത്തായിട്ടുള്ള QR കോഡ് ഉണ്ടല്ലോ, ആ ഒരു QR കോഡിലോട്ട് നിൽക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു ഡിവൈസ് കാണിക്കും. റീസെറ്റ് ഡിവൈസ് എന്ന് പറഞ്ഞ ഒരു പോപ്പ് വരും, അവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ സ്കാനിങ് എന്ന് പറഞ്ഞിട്ടായിരിക്കും വരുന്നത്. ഓൾറെഡി നമ്മുടെ കണക്റ്റഡ് ആയിട്ടുള്ള വൈഫൈ ഇവിടെ കാണിക്കും. അപ്പോൾ നമ്മൾ അവിടെ വൈഫൈയുടെ പാസ്വേഡ് മാനുവലി എൻ്റർ ചെയ്ത് കൊടുക്കുക, എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക.
അപ്പം നമുക്ക് അടുത്ത ഓപ്ഷൻ എന്ന് വെച്ചാൽ ക്രിയേറ്റ് എ ന്യൂ റൂം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡിവൈസിൻ്റെ പേര് ഈ ഒരു ക്യാമറയുടെ പേര് മാറ്റണമെങ്കിൽ നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് പുതിയതായിട്ടൊരു റൂം ക്രിയേറ്റ് ചെയ്യുക. അപ്പം നമ്മളിപ്പോൾ ജസ്റ്റ് ഹോം ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് അതിന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് കൊടുക്കും. പോപ്പ് വന്നേക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് മാത്രമാണ് ഇത് യൂസ് ചെയ്യേണ്ടത്, അത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനോ ആർക്കെങ്കിലും ഷെയർ ചെയ്യണമെന്നാണ് അടുത്ത ഓപ്ഷൻ വരുന്നത്. അപ്പോൾ നമ്മളിപ്പം ഇത് ഡു നോട്ട് ഷെയർ ഫോർ നൗ ആണ് കൊടുക്കുന്നത്. നമുക്ക് പിന്നീട് അത് സെറ്റിങ്സിന് ചേഞ്ച് ചെയ്ത് വെക്കാം. എന്നിട്ട് കണ്ടിന്യൂ ടു പ്രോംപ്റ്റ് ടു അവർ ഓപ്ഷൻ കൊടുക്കുക, എഗ്രി കൊടുക്കുക. ഓക്കെ, അപ്പം ഡിവൈസ് കണക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഏരിയ ആണ് ഈ കാണുന്നത്. നമ്മൾ മെമ്മറി കാർഡ് ഇട്ടിട്ടില്ല, ഇനിയിപ്പോൾ മെമ്മറി കാർഡോടെ ഇടാനുണ്ട്, എന്നാലേ ഉള്ള ആ ഒരു സ്മൂത്ത്നെസ് ഉണ്ടാവുള്ളൂ. നമുക്ക് മെമ്മറി കാർഡ് ഇടാൻ വേണ്ടി ഇതിൻ്റെ താഴെ തന്നെ ഓപ്ഷൻ വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഏരിയയിലായിട്ട് മെമ്മറി കാർഡ് ഓപ്ഷൻ വരുന്നത്. അപ്പോൾ നമ്മൾ ക്യാമറ നേരെ മുകളിലോട്ടൊന്ന് പൊക്കി കൊടുക്കണം. നമ്മൾ മെമ്മറി കാർഡ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ ഒരു ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട് ഏരിയ ആണ് ഈ കാണുന്നത്. നമുക്കത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒരുപാട് ഓപ്ഷൻസ് ഈ ഒരു ആപ്ലിക്കേഷനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് മെയിനായിട്ടൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് 360 ഡിഗ്രി വരെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇത് നമ്മുടെ മൊബൈൽ വെച്ചിട്ട് ഇത് 360 ഡിഗ്രി വരെ നമുക്കിത് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല ഇതിലെന്ന് പറഞ്ഞാൽ 1080 പിക്സലിൻ്റെ പിക്ചർ ക്വാളിറ്റി വരുന്നുണ്ട്. 1080 പിക്സലാണ് ഇതിൻ്റെ പിക്ചർ ക്വാളിറ്റി വരുന്നത്. പിന്നെ ഇത് സ്റ്റോറേജ് നിറയാതിരിക്കാൻ വേണ്ടി ഇതിനകത്ത് തന്നെ ഒരു ഇൻബിൽഡ് ആയിട്ടൊരു ഫീച്ചറുണ്ട്. ഇപ്പം മോഷൻ സെൻസർ എന്ന് പറഞ്ഞൊരു സെൻസർ ഇതിനകത്തുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ആ ഒരു ഡിസ്പ്ലേയിൽ ആ ഒരു ക്യാമറയിൽ സെൻസ് ചെയ്യാതെ ഇത് റെക്കോർഡ് ചെയ്യത്തില്ല. നമുക്ക് ലൈവായിട്ട് വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും കാണാം, പക്ഷേ റെക്കോർഡ് ചെയ്യണമെങ്കിൽ ഈ ഒരു SD കാർഡിലേക്ക് റെക്കോർഡ് ആവണമെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു മോഷൻ സെൻസ് ചെയ്താലേ ഉള്ളൂ വരത്തുള്ളൂ. അപ്പോൾ അതുവഴി സ്റ്റോറേജ് നല്ല രീതിയിൽ ഇത് ഹെൽപ്പ് ചെയ്യും, കീപ്പ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പിന്നെ അത് മാത്രമല്ല നമുക്കിപ്പം ഒരു ഡേ ലിമിറ്റ് ഉണ്ട്. ആ ഡേ ലിമിറ്റിന് മുമ്പുള്ള വീഡിയോ ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ആയിട്ട് പുതിയ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയുള്ള സ്പേസ് ഇത് റീജനറേറ്റ് ചെയ്യുന്ന ഒരു ഫീച്ചറോട് ഇതിനകത്ത് വരുന്നുണ്ട്. അതെല്ലാം ഒരു യൂസർ മാനുവലിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മളിതിൻ്റെ പെയറിങ്ങും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ജസ്റ്റ് മുകളിലോട്ട് അതൊന്ന് ഫിക്സ് ചെയ്ത് വെച്ചാൽ മതി. കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു കേബിളാണിത്. ഇത് നേരെ നമ്മുടെ ഈ ഒരു ക്യാമറയുടെ ബാക്ക് സൈഡിലായിട്ട് ജസ്റ്റ് കണക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ ലോക്ക് വരുന്നുണ്ട്. ആ ഒരു ലോക്ക് കയറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഫിക്സ് ആയിട്ടുണ്ട്, കണക്റ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പം ലൈവായിട്ട് ഇതെല്ലാം റെക്കോർഡ് ആയിക്കോളും. പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ നമുക്കിത് ലോകത്ത് എവിടെ നിന്നോ നമുക്കിത് കൺട്രോൾ ചെയ്യാനും കാണാനും പറ്റും. നമുക്ക് ഒരു വൈഫൈ അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്ക് കണക്ഷൻ ഉണ്ടെങ്കിൽ നമുക്കിത് എവിടെ നിന്ന് വേണമെങ്കിലും കൺട്രോൾ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഫീച്ചറോട് വരുന്നുണ്ട്. ഇപ്പോൾ പുറത്ത് വിദേശത്തൊക്കെ പോകുന്നവർക്ക് ഇത് വീട്ടിൽ വെച്ച് കഴിയുകയാണെങ്കിൽ നമുക്കിത് അവിടെ നിന്ന് തന്നെ നമുക്കിതെല്ലാം കൺട്രോൾ ചെയ്യാനുള്ളൊരു ഫീച്ചറോട് ഇതിൽ വരുന്നുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ ക്യാമറയുടെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ഇതുണ്ട്. ഇപ്പോൾ ഒരാൾ വന്നു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ സൂം ചെയ്യണമെങ്കിൽ ഉണ്ടോ അങ്ങോട്ട് സൂം ചെയ്യാം, അതുപോലെ തന്നെ റൊട്ടേറ്റ് ചെയ്ത് കാണിക്കും. ഇതെല്ലാം വരുന്നുണ്ട്. ഇപ്പോൾ ലൈവായിട്ട് ക്യാമറ അവിടെ കറങ്ങുന്നത് നിങ്ങൾക്ക് കാണാം. ഇത് നോക്കിക്കാൻ വേറെ ഫീച്ചറുകൾ വരുന്നുണ്ടോ, നമുക്ക് ഇതിനകത്തുനിന്ന് ആ ഒരു ക്യാമറയിലോട്ട് നമുക്ക് കമാൻഡ് കൊടുക്കാൻ പറ്റും. കമാൻഡ് മീൻസ് അങ്ങനെ അല്ല, അതിനകത്തൊരു സ്പീക്കർ വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ഇവിടെ നിന്ന് വോയിസ് കൊടുക്കാം. ഞാൻ ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. ഹലോ, ഇപ്പോൾ കേൾക്കുന്നുണ്ടെന്ന് വെച്ചാൽ ആ ഒരു ക്യാമറയിലൂടെ വരുന്നതാണ്. അത് മാത്രമല്ല ക്യാമറ എന്നുള്ള വോയിസ് നമുക്ക് തിരിച്ച് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. അതിപ്പോൾ ഇവിടെ ഈ ഒരു സ്പീക്കറിൻ്റെ ഇത് ഡിസേബിൾ ആയിട്ടാണ്. അത് ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ക്യാമറയിലുള്ളതാണ് ആ ഒരു വോയിസ് ഇതിലേക്കൂടെ കേൾക്കുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഗേറ്റിൻ്റെ ഒക്കെ അവിടെയാണ് ഫിക്സ് ചെയ്യുന്നതെങ്കിൽ, ഇപ്പോൾ പുറത്തൊരാൾ വന്നിട്ട് നമ്മളോട് ഇപ്പോൾ ഗേറ്റ് തുറക്കാനോ അങ്ങനെ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഇതുവഴി തന്നെ നമുക്ക് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അവർക്ക് ഈ ഒരു ക്യാമറ ത്രൂ സംസാരിച്ച് നമുക്കത് ഉള്ളിൽ നിന്ന് ഫോണിൽ കൂടെ കേൾക്കാനോ, അതുപോലെ നമുക്ക് ഫോണിൽ കൂടെ സംസാരിക്കുന്നത് ക്യാമറേൻ്റെ തിരിച്ച് സ്പീക്കർ വഴി കേൾപ്പിക്കാനുള്ള ഫീച്ചറോടൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല പ്രീമിയം ആയിട്ടുള്ള ഫീച്ചേഴ്സ് തന്നെ ഇതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, അതുപോലെ തന്നെ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഈ ഒരു വീഡിയോ ആർക്കെങ്കിലും ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഇത് കാണുന്നെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബോടെ ചെയ്തേക്കാം. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.